Hello everyone, welcome back to my YouTube channel. സത്യം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് എടുക്കുന്നൊരു വ്ളോഗാട്ടോ. ഞാൻ ജസ്റ്റ് ഇന്ന് പുറത്ത് പോകുന്നുണ്ട്, അമ്മയായിട്ടൊന്ന് പുറത്ത് പോകണം. അപ്പം ഞാൻ ആലോചിച്ചെന്നാൽ പിന്നെ ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഇപ്പം റെഡി ആയിട്ടിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ അവൻ ആക്ച്വലി താഴെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാൻ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് മുന്നോട്ട് പോകുമ്പം നമുക്ക് വിശേഷമൊക്കെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ പോകാം. ഓക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ വീടെത്താറായി. തിരിച്ചു. ഇനി അമ്മയെ പോയി പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ബ്രോഡ്വേ പോകണം. ഇപ്പം സമയം 6 മണിയായിട്ടുണ്ട്. ടയർഡായി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിനി അമ്മയെ റെഡിയായിട്ട് കാണാം. ഗൈസ്, മാതാശ്രീ റെഡിയായി. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാ? ബ്രോഡ്വേയില്. സ്ഥലപ്പേര് മറന്നു പോയടാ. എന്നിട്ട് അടവ്. അപ്പൊ ഗൈസ് ഞങ്ങൾ പോയിട്ട് വരാം. അമ്മ ഇവിടാ. എവിടെ പോയാലും ഒരു സെൽഫി മസ്റ്റാണ് ഗൈസ്. അപ്പൊ സെൽഫി പോസ്റ്റ് ചെയ്തോ. ഗൈസ്, ഞങ്ങളങ്ങനെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ലുലു വന്നിരിക്കുകയാണ്. കുറച്ച് ഗ്രോസറി ഐറ്റംസ് മേടിക്കാൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ കുറച്ച് സാധനം മേടിക്കാൻ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡ് കഴിക്കാൻ ഗൈസ്. നല്ല വിശപ്പ്. ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് അടിക്കാൻ നിന്നപ്പോഴത്തേക്ക് അവിടെ ലോലിപോപ്പ് കണ്ടപ്പം എന്നാൽ പിന്നെ ലോലിപോപ്പ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ എനിക്ക് കഴിച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ലോലിപോപ്പ് പാരഗണിലെ. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ പാരഗണിൽ പോയി ഫുഡ് അടിക്കാം എന്ന്. അപ്പോൾ പാരഗൺ നോക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പം വീണ്ടും ഫുഡ് കോർട്ടിലോട്ട് പോകാം. ഫുഡ് കോർട്ടിൽ നിന്ന് താഴോട്ട് വന്നു. ഇനിയിപ്പോൾ വീണ്ടും ഫുഡ് കോർട്ടിലോട്ട് പോകണം. സീരിയസ്ലി ഗൈസ്, നടന്ന് കാല് വേദനിക്കുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഫുഡ് കോർട്ടിൽ പോകാം. ഇന്ന് മൊത്തത്തിൽ നല്ല ദിവസമാണെന്ന് തോന്നുന്നത്. ക്ഷീണതയായ കുമാരി. ക്ഷീണിച്ചോ? നാളെ എന്തായാലും നടക്കാൻ പോകുന്നു പറഞ്ഞില്ലേ? നാളെ രാവിലെ ഞങ്ങൾ കലൂർ സ്റ്റേഡിയം നടക്കാൻ പോവാന്ന് വിചാരിച്ചതാ. ഇന്ന് രാത്രി ഈ സമയത്ത് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ പോവായിരിക്കും അല്ലേ? ഞാൻ എഴുന്നേക്കും ഗൈസ്.
നാളെ മുതൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം തലേന്ന് രാത്രി നമ്മൾ ലാവിഷായിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നു. അതുകൊണ്ട് ഞാൻ പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പിസ്സ ഹട്ടിലാണ് വന്നിട്ടുള്ളത്. പിസ്സ കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അമ്മയുടെ മൈൻഡ് മാറിയപ്പോഴത്തേക്ക് ഓക്കെ തന്നെ എന്നാൽ പാസ്ത ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാസ്ത ഓർഡർ ചെയ്തേക്കാണ്. നല്ല നാളെ തൊട്ട് ഡയറ്റ് തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഇന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ചും ബാധിക്കാം. ഓക്കെയാണ് ഗൈസ് ഫുഡ്. ഞാൻ വിചാരിച്ചതിൻ്റെ അത്രയും ഉണ്ടായില്ല ഗൈസ്. നിങ്ങൾ കൊച്ചിക്കാരാണെന്നുണ്ടെങ്കിൽ ഹണി കേക്കിലെ പാസ്ത ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. ഓക്കെ ബൈ. ഗൈസ് ഫൈനലി നമ്മൾ ഫ്ലാറ്റിലെത്തി. നല്ല ടയർഡാണ് ഗൈസ്, നല്ല ടയർഡ്. കാലൊക്കെ വേദനിക്കുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നാളെ രാവിലെ തൊട്ട് നടക്കാൻ പോകണം എന്നൊരു പ്ലാനൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് നാളെ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ട് ഒരു 6:30 മുമ്പ് നമുക്ക് കലൂർ സ്റ്റേഡിയമൊക്കെ പോയി നടക്കാമെന്നൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു ഓക്കെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ പോവാം. അമ്മയ്ക്ക് രാവിലെ നടക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പുറത്ത് പോകുന്നതിന് മുമ്പായിരുന്നു ഈ പ്ലാനൊക്കെ ഇട്ടത്. ഇപ്പോൾ ലുലുവിലൊക്കെ ഇങ്ങനെ നടന്ന് ആകെ സെറ്റായപ്പോഴത്തേക്കും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ പോകണോ നടക്കാൻ. ഞാനും പറഞ്ഞു അതെ ഒന്ന് ആലോചിക്കാം, കാരണം കാലൊക്കെ നല്ല വേദന. നാളെ രാവിലെ നടക്കാനുള്ളതും കൂടി ചേർത്ത് ഞാൻ ഇന്ന് വൈകുന്നേരം നടന്നു ഗൈസ്. അതാണ് സംഭവം. ഇനി തൊട്ട് രാവിലെ എഴുന്നേൽക്കണം, നടക്കണം എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നടക്കും. നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ സംശയമാണ്. എന്തായാലും ഞാൻ ഫസ്റ്റ് ഡേ കലൂർ സ്റ്റേഡിയം നടക്കാൻ പോകുന്നത് ഞാനിതൊരു ഷോർട്സ് അല്ലെങ്കിൽ ഞാൻ വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കൊച്ചിയിൽ രാവിലെ നടക്കാൻ പറ്റില്ല, ഞാൻ വൈകുന്നേരമൊക്കെ നടന്നിട്ടുണ്ട്. അത് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊക്കെ നടന്നിട്ടുള്ളൂ, അല്ല ഇങ്ങനെ പോയിട്ടില്ല. എന്നാലും നമുക്ക് കലൂർ സ്റ്റേഡിയം നടക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ അതൊക്കെ വീട്. അപ്പോൾ വന്ന് കയറി കൊതുകൊക്കെ വന്ന് കയറി. അപ്പോൾ ഇനി എന്താണ്, ഓക്കെ ഞാൻ ഉർവശി പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചോളൂ. അമ്മയ്ക്ക് കുറച്ച് ഫാൻസി സ്റ്റഡ് വേണമെന്ന് പറഞ്ഞു, അപ്പം ഇയർ സ്റ്റഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ഉർവശിയിൽ നിന്ന് മേടിച്ച കുറച്ച് ഐറ്റംസ് ആണെങ്കിൽ വളരെ 3-4 സാധനം ഞാൻ മേടിച്ചിട്ടുള്ളൂ. ആദ്യം ഞാൻ ഉർവശിയിൽ നിന്ന് മേടിച്ച ഈ ഒരു ലെൻസാണ് കേട്ടോ. ഈ ഒരു ലെൻസ് മേടിച്ചു, ബ്ലൂ കളറാട്ടോ. ബ്ലൂ കളർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലെൻസ് മറ്റേ അക്വാ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നൊരു ലെൻസ് ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര കംഫർട്ടബിൾ. എല്ലാ തവണ ഉർവശി പോകുമ്പോൾ അത് കിട്ടും, പക്ഷേ ഇത്തവണ ഞാൻ അത് കണ്ടില്ല. ഞാൻ ബ്ലൂ വാങ്ങി. ഞാൻ ഇതേപോലെ ബ്ലൂ ഇന്നേരെ ട്രൈ ചെയ്തിട്ടില്ല, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനുശേഷം ഗൈസ് ഞാൻ ഈ ഒരു ബാങ്കിൾ മേടിച്ചു. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഇടയായിട്ട് ചെറിയൊരു ക്രേസായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് നോക്കാം.
ഇട്ട് കാണിക്കാം. ഡ്രസ്സിനോട് ചേരുമെന്ന് അറിയത്തില്ല. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ മേടിച്ച ഈ ഒരു ഹെയർ ക്ലിപ്പാണ് ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു ഈയിടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന ഒരു ഹെയർ ക്ലിപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ പക്ഷേ ഇതിന് കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ശ്രീലങ്കയിൽ പോയപ്പോൾ എൻ്റെ സ്റ്റോറി ഹൈലൈറ്റ്സിലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ അവിടെ ശ്രീലങ്കയിൽ പോയപ്പോൾ അവിടെ ഇതിൻ്റെ ഒറിജിനൽ ഫ്ലവർ, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, ഈ സെയിം ഒറിജിനൽ ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും ഞാൻ അതെല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെവിടി ഇങ്ങനെയൊക്കെ വെക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ വന്നു. പക്ഷേ എനിക്ക് ഈ ഒരു കളർ കോമ്പോ ഇഷ്ടം. കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പിങ്ക് ഉണ്ടായിരുന്നു, ബ്ലൂ ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു, സീ ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സീ ബ്ലൂ കാണാൻ കൊള്ളായിരുന്നു. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ കുറച്ച് നാച്ചുറൽ കളറായിട്ട് ഫീൽ ചെയ്തു. അത് ഞാൻ ഇതെടുത്തത്. അടുത്തത് ഞാൻ വാങ്ങിയത് ഈ ഒരു ഇയറിങ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നോക്കൂ, ഇങ്ങനെ ഭംഗി നോക്കി കിട്ടുമോയെന്ന് അറിയത്തില്ല. നോക്കൂ, ഞാനിതിനെടുത്തെടുത്തില്ല. ഓക്കെ, എൽവിയുടെ ഒരു ഇയറിങ് ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ക്യാമറയിൽ കാണുന്നേക്കാളും ഭംഗി നേരിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കൂടുതലും ഞാൻ ഷൂട്ടിനല്ലാതെ ഞാൻ അങ്ങനെ ഹാങ്ങിങ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. കൂടുതൽ ഈ ഒരു സ്റ്റഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കിങ്ങനത്തെ സ്റ്റഡ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇതിനെ കണ്ടപ്പോൾ എന്ത് ഇഷ്ടപ്പെട്ടു, ജസ്റ്റ് ഒന്ന് വച്ച് നോക്കാം കേട്ടോ. ഓക്കെ, നൈസാന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തോ കണ്ട് ഇഷ്ടപ്പെട്ട മേടിച്ചതാണ്. ഇതിനി ഇടുവോ ഇല്ലയോ എന്നറിയില്ല. ഓക്കെ, നെക്സ്റ്റ് കമ്മൽ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ എൻ്റെ 2-3 കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ സെയിം കളർ തീമാണ്, പക്ഷേ വെറൈറ്റി പാറ്റേൺസ് ആണ്. എനിക്കെന്താണെന്നറിയത്തില്ല. ഇതൊരു ഗ്ലാസ് വർക്കാണ് കണ്ടോ. എനിക്കെന്താണെന്നറിയത്തില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ എല്ലാ കളേഴ്സും എനിക്ക് ഒന്നാമത് ഈ കളർഫുൾ എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഡ്രസ്സിങ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാം ഭയങ്കര കളർഫുള്ളായിരിക്കും. എൻ്റെ ഇരിക്കുന്ന ഷൂസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുൾ. എനിക്ക് ഇങ്ങനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂസൊന്നും ഇഷ്ടമല്ല. എൻ്റെ ഷൂസ് ഉണ്ടെങ്കിൽ വൈറ്റ് ഷൂസൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ കുറേ റെയിൻബോ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ നിങ്ങൾക്ക് കൊച്ചു പിള്ളേരുടെ അടുത്തല്ലേ ഷൂയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ലൈറ്റ് എത്തുന്ന സംഭവം, എനിക്കത് സ്റ്റിൽ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ സൈസിൽ ഇപ്പോൾ എനിക്ക് എവിടെയെങ്കിലും അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങും. ഒരുപാട് കളേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീലാണ്. എനിക്ക് എന്തൊക്കെയോ ലൈഫിൽ നല്ലത് നടക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ടൈം പോസിറ്റീവ് വൈബ്സ് ആയിരിക്കും, അല്ല വേറെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഈ ലൈറ്റ് ഷെയ്ഡ്സ്, ഭയങ്കര ഡൾ ഷെയ്ഡ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇന്നത്തെ മൂഡ് ശരിയല്ല, ഇന്ന് ആകെ ഷോക്കാണ് എന്നൊരു ഫീലൊക്കെ വരും. പക്ഷേ എനിക്കൊരു കളർഫുള്ളായിട്ടുള്ള സംഭവം കിട്ടി എന്നെ ഭയങ്കര കൂടുതൽ എന്നെ ഹാപ്പിയാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇത് പക്ഷേ വീഡിയോയിൽ സെയിം പറയുന്ന കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഗൈസ് ഇതുണ്ടല്ലോ, നമ്മൾ ഉണ്ടോ, ഇത് നല്ല ഫുൾ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ബ്ലാക്ക് കുർത്തി, ബ്ലാക്ക് ലെഗിൻ, അല്ലെങ്കിൽ ഒരു കളർഫുൾ ഷോളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു കമ്മലുകൾ കൊടുത്തു സെറ്റായിരിക്കും. കണ്ണൊക്കെ വരച്ച് പൊട്ടൊക്കെ ഇട്ട് പുതിയാവും. എന്തായാലും നിങ്ങൾക്ക് ആക്ച്വലി അറിയാം, എനിക്കങ്ങനെ ട്രഡീഷണലിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് വെസ്റ്റേൺ ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. എനിക്ക് വെസ്റ്റേൺ ഡ്രസ്സസ്സാണ്. അല്ലാതെ എനിക്ക് ട്രഡീഷണൽ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ട്രഡീഷണൽ. അറിയില്ല, എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ എനിക്ക് വെസ്റ്റേൺ, എനിക്ക് എങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാലും എനിക്ക് പക്ക കംഫർട്ടബിളാണ് ഗൈസ്. പക്ഷേ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മ എന്നോട് ചോദിക്കാറ് ഇതൊക്കെ ഇടാറുണ്ടോ. പക്ഷേ ഞാൻ ഇതൊക്കെ മേടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോഴേ പിക്ചറിങ്ങോ ഒരു ബ്ലാക്ക് കുർത്തി, ബ്ലാക്ക് ലെഗിന്, ഒരു കളർഫുൾ ഷോളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടി ഇതൊക്കെ സ്റ്റൈൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയത്. ഇനി ഇത് എന്നിടുമെന്ന് കണ്ടറിയാം. പക്ഷേ ഇട്ടില്ലെങ്കിലും വാങ്ങി വെക്കുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് ഗൈസ് എനിക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഉർവശിയിൽ നിന്ന് വാങ്ങിയത്. പിന്നെ അമ്മ 2 സ്റ്റഡ് വാങ്ങിയിട്ടുണ്ട്, അത് അമ്മ അങ്ങോട്ട് മാറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, അത് വിടും. അപ്പോൾ നമ്മൾ ഇത്രയും സാധനം വാങ്ങിയിട്ടുള്ളൂ എൻ്റെ ഐറ്റംസ്. പിന്നെ ഒന്നുമില്ല ഗൈസ്.
പിന്നെ ഞാൻ വന്ന് കയറിയത് ഫ്രഷായി മേക്കപ്പ് റിമൂവ് ചെയ്തു, ഫ്രഷായി. ഞാൻ പിന്നെ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വാങ്ങിയത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ്. സത്യം പറയാം, ഒരു ക്വിക്ക് ആൻഡ് സഡൻ ആയിട്ട് എടുത്തൊരു വ്ളോഗാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ റെഡി ആയപ്പം എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ കാണാൻ പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പോൾ റെഡി ആയപ്പോൾ വിളിച്ചു ഓക്കെ എന്നാൽ പിന്നെ എന്തുകൊണ്ട് വ്ളോഗിങ് ചെയ്തുകൂടാന്ന് തോന്നി. ഓക്കെ ദെൻ എന്നാൽ പിന്നെ എടുക്കാൻ തോന്നി. അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വ്ളോഗാണ്, ഒരു പ്ലാനും ഇല്ലാത്ത വ്ളോഗായിരുന്നു. ഓക്കെ, എനിവേയ്സ് എൻ്റെ ഈ ഒരു ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടമായി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗായ്സ്. നിങ്ങളെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗായ്സ്. താങ്ക് യു സോ മച്ച്. സത്യമായിട്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം എനിക്ക് ഒരുപാട് മെസ്സേജസൊക്കെ ഇൻസ്റ്റയിൽ വരുന്നുണ്ട്. ചേച്ചി ഇന്ന വ്ളോഗ് ചെയ്യണം, ഞാൻ ചേച്ചിയുടെ വ്ളോഗ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. നിങ്ങൾ തരുന്ന കുറച്ച് സജഷൻസൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ ചേച്ചി ഞാൻ അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ചേച്ചിയുടെ ഇങ്ങനത്തെ ഡെയിലി വ്ളോഗ്സ്, ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ കാണണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സത്യം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ വ്ളോഗിങ് എടുക്കാൻ ഒരു ത്വര വരുമില്ല. അതുതന്നെയാണ് സംഭവം. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു പ്ലാനില്ല റെഡി ആയപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റയിൽ, ഓക്കെ ചേച്ചി ഇന്നത് ചെയ്യുമോ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യുമോടാ, അല്ലെങ്കിൽ മനീഷ ഇന്നത് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴേ ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്നൊരു പ്ലാനില്ല ഇങ്ങനെ വ്ളോഗ് ചെയ്തത്. അപ്പോൾ എനിവേയ്സ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗ് എന്തായാലും ഉടനെ തന്നെ ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.